അൻവർ കാക്ക, അമ്പൂക്ക, നിലമ്പൂരിന്റെ സുൽത്താനെ, നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞു വലിയ വിഷമമുണ്ട്, പറയാതിരിക്കാൻ വയ്യ. നിങ്ങളെ സൈഡാക്കി സതീഷിനെതിരെ നിങ്ങൾ പറഞ്ഞു തുടങ്ങി. അന്ന് കണക്ക് കുറിച്ച് ആ പുസ്തകത്തിൽ ഇട്ടതാണ് സതീശൻ. നിങ്ങളെ ഒറ്റപ്പെടുത്തി തനിച്ചാക്കി ബെടക്കാക്കി കളയണം ഈ നാട്ടിലെന്ന്. ബേപ്പൂരിലേക്ക് നിങ്ങളങ്ങ് പോയപ്പോ നിങ്ങൾ എന്താ കരുതിയെ? കോൺഗ്രസ്സുകാർ മുഴുവനും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വലിയ രീതിയിൽ ഒരു പ്രവർത്തനവും ഒക്കെയായി, പുകമറയും പബ്ലിസിറ്റി സ്റ്റണ്ടും PR വർക്കുകളും ഒക്കെയായി കളം നിറഞ്ഞപ്പോ നിങ്ങൾ അറിയാതെ തെറ്റിദ്ധരിച്ചോ? കോൺഗ്രസിലെ ഒരു വിലക്കും ഒരു ചുണ്ടിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്ത ആളുകളെ, ചുക്കിനും ചുണ്ണാമ്പിനും പോലും കൊള്ളില്ലാത്ത ഒരാളുണ്ടെങ്കിൽ പോലും ജോയി മാത്യുയോട് ചോദിച്ചാൽ ജോയി മാത്യു വലത് നിരീക്ഷകൻ, വലത് സഹയാത്രികൻ എന്തു പറയുമെന്നറിയോ? 100% അവിടെ കോൺഗ്രസ്സുകാരൻ ജയിക്കുമെന്ന്. ആ ജോയി മാത്യുയോട് ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുക, നിലമ്പൂരിലെ സുൽത്താൻ ബേപ്പൂരിൽ ജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന്. വലിയ പാടാ. ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നേക്കാം, പക്ഷെ ബേപ്പൂരിൽ അൻവർ അമ്പൂക്ക കടന്നു കയറാൻ സാധ്യതയില്ല. അത് വെറും പാഴ്മോഹമായി അവസാനിക്കുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജോയി മാത്യു പോലും. സത്യം പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അമ്പൂക്ക, നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക, നിങ്ങളെ അവിടെ കൊണ്ടുപോയി നശിപ്പിക്കാനുള്ള ശ്രമമാണ് സതീശന്റെ. നിങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പാർട്ടിയിൽ എടുക്കാതെ സതീശൻ ഒറ്റയാൻ പോരാട്ടം നടത്തി നിങ്ങൾക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോ നിങ്ങൾ അറിയാതെ പോയൊരു കാര്യമുണ്ട്. അന്ന് സതീശൻ ആ പുസ്തകത്തിൽ കുറിച്ചിട്ടതാണ്, നിങ്ങളെയും വെട്ടി നിരത്തുക തന്നെ ചെയ്യുമെന്ന്. രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു, KPCC പ്രസിഡന്റ് ഇങ്ങനെ പ്രഖ്യാപിച്ചു, അൻവറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് കേരളത്തിലെ ആദ്യത്തെ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. രമേശ് ജി, നിങ്ങളത് അറിഞ്ഞില്ലേ എന്നോ? അങ്ങനെ KPCC പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 100% അമ്പൂക്ക അൻവർ അവിടെ ഉണ്ടാവും, പുള്ളിക്ക് അവിടെ നിന്ന് എന്തായാലും ജയിച്ചു വരാൻ പറ്റുമെന്ന് സൈഡാക്കിയതാണോ? രമേശ് ചെന്നിത്തലയുടെ അടുത്ത ചോദ്യം. അറിയാതെ ചിരി വന്ന രമേശ് ജി അതങ്ങ് ഒതുക്കിയിട്ട് പറയാ, ഇല്ലില്ല, അങ്ങനെയില്ല, ഞങ്ങൾ 100% അവിടെ വിജയിപ്പിക്കും. ബേപ്പൂരിന്റെ MLA ആയി അൻവർ ഉണ്ടാവും നിയമസഭയിൽ 2026, നിങ്ങൾ കാത്തിരുന്നോ എന്ന്. ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഇല്ലാണ്ടാക്കുകയാണ്. സതീശന്റെ കൃത്യമായ ഇടപെടലുകളും നിലപാടുകളുമാണ് വീണ്ടും വീണ്ടും പുകഞ്ഞു പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഒരു ജോയി മാത്യുവിനെ പോലെ ഒരുപക്ഷെ കോൺഗ്രസിൽ ഈ തവണ സീറ്റ് എനിക്ക് പാർട്ടി വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ മത്സരിക്കുമെന്ന് പോലും പറയാതെ പറഞ്ഞു വെക്കുന്ന ജോയി മാത്യു, അത്രമേൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ജോയി മാത്യു, ഹൃദയത്തിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ എന്നും ചേർത്ത് നിർത്തിയ ജോയി മാത്യു പോലും അറിയാതെ പറഞ്ഞു പോവുകയാണ് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ. ഒരു കാരണവശാലും ബേപ്പൂരിൽ അൻവർ ജയിക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. വേറെ ഒരു കാര്യം കൂടി ജോയി മാത്യു പറഞ്ഞു, ജനങ്ങൾ അത് കേട്ടില്ലേ ഇന്ന് മാധ്യമങ്ങളിലൂടെ? കൃത്യമായ പ്രവർത്തനങ്ങളാണ് റിയാസ് അവിടെ നടത്തിയിട്ടുള്ളത്. വലിയ വികസന പ്രവർത്തനങ്ങളാണ് ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. റിയാസിന് വലിയ ഇടപെടലുകൾ കൊണ്ട് വലിയ ഇമേജ് ഉള്ള നാടാണത്. അവിടെ ജനങ്ങളുടെ സ്പന്ദനം അറിയുന്ന നാട്ടുകാരനാണ്. അവിടെ അൻവർ ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസിന് വരാൻ പോകുന്നത് എന്ന് 100% വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.